അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അയ്യക്കൂടെ ത്വാഹിറൻ, ആ വസ്തു ത്വാഹിറായ വസ്തുവായിരിക്കണം. 2 മുൻകിയൻ, അഥവാ ശുദ്ധീകരിക്കുന്നതായിരിക്കണം. അഥവാ ത്വാഹിറായ മാത്രം പോരാ, മുൻകിയൻ, ആ നജസിനെ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്ന വസ്തു ആയിരിക്കണം. അപ്പോൾ തുഹൂറാണ്, ത്വാഹിറാണ്, പക്ഷേ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റില്ല, നജസിനെ വലിച്ചെടുക്കുകയില്ല. അല്ലെങ്കിൽ ആ സ്ഥലം ശുദ്ധിയാക്കാൻ പറ്റിയത്, ഉദാഹരണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഒരാൾ തുടച്ചാൽ അതുകൊണ്ടിരിക്കും നജസ് നീങ്ങുകയില്ല. അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ഒരു കൊള്ളി കഷ്ണം, അത് നജസിനെ വലിച്ചെടുക്കാൻ പറ്റിയ സംഗതിയല്ല. അപ്പോൾ സംഗതി ശുദ്ധമായ വസ്തുവാണത്, നജസില്ല എങ്കിൽ ത്വാഹിറായ വസ്തുവാണ്, പക്ഷെ അത് മുൻകിയല്ല. അപ്പോൾ ത്വാഹിറാവണം, അതോടൊപ്പം അത് മുൻകിയൻ, ശുദ്ധീകരിക്കുന്ന വസ്തു ആവുകയും വേണം. അപ്പം എല്ലാത്തതും പറ്റുകയില്ല എന്നർത്ഥം. മൂന്നാമത് വൈറ അൽമിൻ വറൗസിൻ. വൈറ അൽമിൻ, എല്ല് അല്ലാത്തതായിരിക്കണം. എല്ല് ഉപയോഗിക്കാവതല്ല. മൃഗങ്ങളുടെയോ മറ്റൊക്കെ ഒരു എല്ല്, ഒരു ഉണങ്ങിയ എല്ല് കിട്ടി, ആ എല്ല് കൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷമുള്ള ശുദ്ധീകരണം പാടില്ല എന്നർത്ഥം. എല്ല് പാടില്ല. നമ്മൾ മുമ്പ് അത് പറഞ്ഞു, ജിന്നുകളെ ഭക്ഷണമാണ് എല്ല് എന്ന ഹദീസിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മലമൂത്ര വിസർജന വിഷയം പറഞ്ഞപ്പോൾ തന്നെ നബി ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകളുടെ ഭക്ഷണമാകുന്നു. ത്വഅമു ഇഖ്വാനിക്കും മിനൽ ജിന്ന്, നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകളുടെ ഭക്ഷണമാകുന്നു എന്ന് പ്രത്യേകമായി. ഭക്ഷണം എന്നുള്ളത് ആദരിക്കപ്പെടുന്ന വസ്തുവാണ്, അത് മനുഷ്യന്മാരായാലും അല്ലാത്തവരായാലും. അതുകൊണ്ട് എല്ലു പാടില്ല. റൗസിൻ, അതേപോലെ റൗസ്, കാഷ്ടം അല്ലെങ്കിൽ പിണ്ടികൾ, അതൊന്നും പാടില്ല. അതും മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതേപോലെ ഏത് തരം ഭക്ഷണവും ഒരു ഭക്ഷണ വസ്തുവാണ്, കഴിക്കുന്ന വസ്തുവാണ്, അതുകൊണ്ട് ഒരു മലമൂത്ര വിസർജന ശേഷം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അത് പാടില്ല. ഭക്ഷണ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഒരു റൊട്ടി അല്ലെങ്കിൽ ഒരു ഹുബ്സ് അങ്ങനെയൊക്കെ കിട്ടും, അതുകൊണ്ട് വേറൊന്നും കാണില്ല, മൂത്രയിൽ കഴുതും ചെയ്ത് കല്ലുമില്ല, ഒന്നുമില്ല, ആകെ അവിടെ അങ്ങനെ ഒരു റൊട്ടി കഷ്ണം കിടക്കുന്നത്, അതുകൊണ്ട് ശുദ്ധിയാക്കുക, അത് പറ്റില്ല. അത് ഭക്ഷിക്കപ്പെടുന്ന വസ്തുവാണ്, അതിനൊരു ഇഹ്തിറാം, ഒരു ആദരവ് കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം അത് ഒരിക്കലും നജസ് ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ അനുവാദമില്ല. ത്വഅമെന്ന് പറഞ്ഞിട്ടുള്ളത് തിന്നുന്ന വസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പം അതിനൊരു ബാധകമാവാൻ സാധ്യതയില്ല. അല്ലാഹു അഅലം, അങ്ങനൊരു ചർച്ച ഉണ്ടോന്ന് അറിയില്ല. മുഹ്തറമിൻ, അതേപോലെ ആദരിക്കപ്പെടുന്ന വസ്തുക്കളേതും ഉപയോഗിക്കാവതല്ല. ആദരിക്കപ്പെടുന്ന ഏത് വസ്തുക്കളും, ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ദീനി പഠിപ്പിക്കുന്ന എന്തെങ്കിലും എഴുതിയ ഒരു പേപ്പറാണ്, സാധാ പേപ്പർ പറ്റും, പക്ഷേ പേപ്പറിൽ ശർഈയായൊരു ഇൽമ എഴുതിയ പേപ്പർ, അള്ളാന്റെ പേരുള്ള വേറെ കാര്യം, ഏതായാലും പറ്റൂല. അതൊന്നും അല്ലാതെ തന്നെ ദീനിയായ എന്തെങ്കിലും ഒരു അധ്യാപനം എഴുതിയ ഒരു കടലാസ് കിട്ടി, അപ്പോൾ ആ കടലാസ് ഉപയോഗിക്കുക, അത് പറ്റില്ല. മതത്തിൻ്റെ ഭാഗമായുള്ള അധ്യാപനം ഉള്ളത് കൊണ്ട് അതിന് പ്രത്യേകമായ ഹുർമത്ത് അതിന് കൽപ്പിക്കേണ്ടതുണ്ട്. അത് പൊതുവായി പറഞ്ഞ ഒമയ്യു അലിം ഷഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞ മതചിഹ്നങ്ങളെ ആദരിക്കൽ തഖ്വയുടെ ഭാഗമാണ്. അപ്പോൾ അതിന് നേരെ വിഘാതമാണ് ഇത് അതിനെ അനാദരിക്കലാണ്. അതുകൊണ്ട് അത്തരം മുഹ്തറമായ ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ അതൊന്നും ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാവതല്ല. അപ്പോൾ ത്വാഹിറായിരിക്കണം, മുൻകിയായിരിക്കണം, ഗൈറ അൽമിൻ വറൗസിൻ വത്വആമിൻ വമുഹ്തറമിൻ, എല്ലല്ലാത്ത, പിണ്ടിയല്ലാത്ത, അതുപോലെ ഭക്ഷണമല്ലാത്ത, ആദരിക്കപ്പെടുന്നതല്ലാത്ത വസ്തുക്കളായിരിക്കണം. വമുത്തസിലിൻ ബിഹയവാനിൻ, വമുത്തസിലിൻ ബിഹയവാനിൻ, ഒരു ജീവിയോട് ചേർന്ന് നിൽക്കുന്നതാകാനും പാടില്ല. ഒരു ജീവിയുടെ ഒരു ഭാഗം അതുകൊണ്ട് ശുദ്ധീകരിക്കുക. അപ്പോൾ ഒരു പശുവിൻ്റെ വാല്, ആ വാലുകൊണ്ട് ഇങ്ങനെ അയാൾ മൂത്രവിച്ച ശേഷം ആ വാലുകൊണ്ട് അയാൾ തടവിട്ട് പോയി, അപ്പോൾ അത് പറ്റില്ല. കാരണം ജീവി എന്നതൊക്കെ അതിനൊരു ഹുർമത്തുണ്ട്. അതുകൊണ്ട് അത് മലമൂത്ര വിസർജനത്തിന് ശേഷമുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാവതല്ല എന്നാണ്. അപ്പം ഇത്തരം വസ്തുക്കളൊക്കെ ഒഴിവാക്കാനാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതൊന്നും അല്ലാത്ത ഏത് വസ്തുക്കളും ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാം.